ഹായ്, എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ചിക്കോഗയിൽ തന്നെയാണ് ഉള്ളത്. സോ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് കേട്ടോ സമയം. ഹായ് ജൂഡ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 2 മണിക്കായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ 2 മണി. ഇവിടെ 2 മണി വരെ എന്താ കട ഉള്ളൂ. കട തന്നെ 2 മണിക്ക് അടച്ചു പോകുന്നേ. ടൈം വേണ്ട, 2 മണി വരെ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കട്ടെ പോയിട്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ മെനു. ബ്രേക്ക്ഫാസ്റ്റ് സംഭവം. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ മെയിൻ. പക്ഷെ ഉച്ചയ്ക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അല്ലേ. 2 മണി വരെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നൊരു സ്ഥലമാണ്. 2 മണി വരെ ഉള്ളൂ. അതാണ്. അപ്പം ഞാൻ ഈ 2 eggs കോൺ ബീഫ് ആൻഡ് ടോസ്റ്റ് അത് പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ്. അത്യാവശ്യം എല്ലാം ഹെവിയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ടേസ്റ്റാന്ന് പറയുന്നത്. ഇത് എന്ത് ഫുഡാണെന്നൊന്നും അറിയില്ല കേട്ടോ. പേര് നല്ല അടിപൊളിയായിരുന്നപ്പോൾ ഞാൻ അത് പറഞ്ഞതാണ്. കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയാതെ എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇത് കണ്ടോ ആൾക്കാരിങ്ങനെ നിൽക്കുന്നത്. ഡോഗും ഫുൾ ആൾക്കാർ ഫുൾ ഫാമിലി ആയിട്ട് വന്നിട്ട് ബഗ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. ഇവർക്കപ്പോൾ ജോലിയൊന്നും ഇല്ലേ? ഓ, അതിനപ്പോൾ ഗവൺമെന്റ് ഒന്നും ചെയ്യണമൊന്നുമില്ല. കാരണം എന്താ? അത് ഞാനും കേട്ടിട്ടുണ്ട്. യൂറോപ്പിലും അങ്ങനെ അവർ ഷെൽട്ടർ ഉണ്ടായിട്ടും പോകില്ല. ഓക്കെ. ഓ, അങ്ങനെ ബഗ് ചെയ്ത് പൈസ മേടിച്ച് ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ച് അങ്ങനെ കേട്ടോ. കൂടുതലും കുറെ പേര് ഇങ്ങനെ ഓരോ സൈഡിൽ ഇങ്ങനെ ബോർഡും പിടിച്ച് നിൽക്കും. നമ്മളെ നാട്ടിലെ പോലെ വന്ന് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യില്ല. നാട്ടിലിങ്ങനെ വന്ന് ചില്ലില് തട്ടും. ഇങ്ങനെ സിഗ്നലിലൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവും. നമ്മൾ സ്റ്റേ ചെയ്യുന്ന വീട് ഇതാണ് കേട്ടോ. അപ്പുറത്തെ വീട് കണ്ടാൽ ഇതേപോലത്തെ ഒരു മരം കാണും. ഇതേപോലത്തെ നോക്കിയേ, ഒരേപോലെ ഉണ്ടാവും. ഇവിടെ കറങ്ങി തിരിഞ്ഞ് ഞാൻ വഴി തെറ്റിപ്പോയാൽ പണിയാണ്. ആകെ കണ്ടുപിടിക്കാനുള്ളത് നമ്പറാണ്. എൻ്റെ 17-20 ഇത് 17-30 കണ്ടോ. എവിടെ നോക്കിയാലും ഒരുപോലെ കാണാം കേട്ടോ. അത് ഭയങ്കര സംഭവമാണ്. എങ്ങനെ നോക്കിയാലും കറക്റ്റ് ഒരേപോലത്തെ. നമ്മുടെ നാട്ടിലും ഒരേപോലെ കുറേ വില്ലകളൊക്കെ കാണാം കേട്ടോ. പക്ഷെ എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം പുറത്ത് ഗാർഡനിങ്ങിലെങ്കിലും അവർ വരുത്തിയിട്ടുണ്ടാവും. മനസ്സിലായോ? പക്ഷെ ഇവിടെ അവർ പുറത്ത് ഗാർഡനിങ് പോലും ഒരു മാറ്റം ഉണ്ടാവില്ല. പുല്ലായാലും എല്ലാം ഒരുപോലെ. ശരിക്കും പറഞ്ഞാൽ ആ അറ്റം വരെ നടന്നു കഴിഞ്ഞാലും ഒരേപോലെ നമുക്ക് കാണാം. നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കി ഉണ്ടോ. പിന്നെ ഫ്രണ്ടിലെ വണ്ടികൾ മാത്രം ഒരു മാറ്റം ഉണ്ടാവും. അത് തന്നെ ചിലപ്പോൾ ഇവർ അവിടെയും ഇവിടെയും പാർക്ക് ചെയ്തിട്ടിട്ട് നമുക്കത് മനസ്സിലാവില്ല. ഫുൾ അങ്ങനെ കേട്ടോ. ഒരു കമ്മ്യൂണിറ്റി പോലെ ഇങ്ങനെ കുറേ വില്ലാസുള്ള ഏരിയയാണ്. ഇത് കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് നടന്ന് എത്ര പോയാലും തീരൂല. ഇതിങ്ങനെ അടുപ്പിച്ചുള്ള വീടുകളല്ലേ. കുറച്ച് കഴിയുമ്പോൾ ഒറ്റയ്ക്കുള്ള വീടായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പുറത്തേക്കൊക്കെ ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ കുറച്ച് നേരം ഇനി എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. എല്ലാത്തിനും കൂടെ എനിക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ രാത്രി ഇന്നലെ ഒന്ന് നല്ലപോലെ ഉറങ്ങി. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് നല്ല ക്ലൈമറ്റാണ് കേട്ടോ. നല്ല തണുത്ത കാറ്റും എന്നാൽ നല്ല വെയിലും. ഗുഡ് മോർണിംഗ്. ഇന്നലെ പിന്നെ ഞാൻ എവിടെയും പോയിട്ടുണ്ടായില്ല. 2 സിനിമയ്ക്ക് ഇരുന്ന് കണ്ടു. 6 മണിക്കൂർ ഞാൻ സിനിമ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഇന്ന് മോർണിംഗ് ആയിട്ടുണ്ട്. ഇത് ക്ലൈമറ്റ് കുറച്ച് ക്ലൗഡിയാണ്. ചെറിയ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും ഹായ് ജൂഡും ഉണ്ട്. അപ്പൊ ജൂഡും ഞാനും കൂടെ ലിറ്റിൽ ഗ്രാൻഡ് കാനിയൻ അങ്ങോട്ട് പോവാണ്. അപ്പോ ഇവിടുന്ന് ഏകദേശം ഒരു 3.5 മണിക്കൂർ നമുക്ക് ബൈ റോഡ് കാറിൽ പോകാനുണ്ട്. അതേ പോകുന്ന വഴിക്കൊക്കെ എന്താ പറയാ ഫുള്ള് മറ്റേ കോണിന്റെ ഫീൽസ് അല്ലേ ഇത്. പക്ഷെ ഇപ്പൊ എല്ലാം വിന്റർ കഴിഞ്ഞോണ്ട് സമ്മറിലാന്ന് തോന്നുന്നു അത് കൾട്ടിവേഷൻ കാര്യങ്ങൾ നടക്കുന്നല്ലേ. ഇപ്പൊ ഇങ്ങനെ ഫുൾ പ്ലെയിൻ ആയിട്ട് കിടക്കാണ്. നമുക്ക് ഈ ഒരു സ്ഥലം കണ്ടോ. ആളുകൾക്ക് അമേരിക്ക എന്ന് പറയുന്ന സമയത്ത് ഫുൾ എല്ലാവിടെയും ബിൽഡിങ്സ് ആണെന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് പല ആളുകൾക്കും. പക്ഷെ ഇത് നോക്ക്, ഇതിപ്പോ ഞാൻ പോകുന്ന വഴി എന്തൊക്കെയാണോ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് അമേരിക്കയിലെ പല സ്ഥലങ്ങളും ഇരിക്കുന്നത്. ഇതുണ്ടോ, ഇങ്ങനത്തെ പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡാണ്. കുറേ സ്ഥലങ്ങളിൽ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കണ്ടോ. ഇപ്പൊ ഈവൻ യൂറോപ്പിൽ ഇങ്ങനത്തെ ഒരുപാട് സ്ഥലം ഉണ്ടെങ്കിലും ആളുകൾ യൂറോപ്പിലെ ആളുകൾക്ക് പിന്നെ ഒരു ഐഡിയ ഉണ്ട് ഇങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ അമേരിക്കയിൽ ഇങ്ങനെയല്ല എന്ന് കുറെ ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ട് കേട്ടോ. പക്ഷെ കുറെ ദൂരം ഹൈവേയില് ഇങ്ങനെ ഒരൊറ്റ സ്ട്രെയിറ്റ് റോഡും 2 സൈഡും ഇങ്ങനെ വിജനമായി കിടക്കുന്ന കുറെ സ്ഥലങ്ങളാണ് കേട്ടോ. നമ്മളിവിടെ കോഫി കുടിക്കാൻ വേണ്ടി വന്നാൽ കേട്ടോ. പൈസ ഒക്കെ എടുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതായത് ഐസ്ഡ് കോഫി ആണെങ്കിലും ചൂട് കോഫി ആണെങ്കിലും നമ്മൾ തന്നെ ഉണ്ടാക്കണം എല്ലാ സംഭവങ്ങളും. പക്ഷെ ഇത്രയും സാധാരണ ഒരെണ്ണൊക്കെ കാണും. ഇവിടെ എന്തോരാ അത്ര ആൾക്കാർ ഇവിടെ കോഫി കുടിക്കുന്നുണ്ടല്ലേ. എനിക്ക് മൈൽഡ് മതി. അതെങ്ങനെ മനസ്സിലാവും എന്താ ഡിഫറൻസ്? ഞാനാണെ എന്ന് വർഷത്തിൽ ഒരു ദിവസം കോഫി കുടിക്കണം എന്നോട്. മൈൽഡ് മതി. ഞാൻ അതും ചൂടുള്ള ഐസ്ഡാണ് ഞാൻ കുടിക്കാറ്.
മീഡിയം കണ്ടാ ഹോട്ട് കോഫി ഹോട്ടാണല്ലോ വരുന്നത്, കോൾഡല്ലേ എന്താ അവസ്ഥ? കുറേ ഉണ്ട് കേട്ടോ, കുറേ ഐറ്റംസ്. ഇതെന്താ? ഇതും ഐസ്ഡ് ടീ ആണ് കേട്ടോ. സ്വീറ്റ് ഉള്ളതുണ്ട്, സ്വീറ്റ് ഇല്ലാത്തതുണ്ട്. ഇവിടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം കേട്ടോ. ഇപ്പം ഒരുപാട് ചോയ്സാണ്. അതായത് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷുഗർ വേണോ, ഇപ്പം നമ്മൾ ഒരു സാധനം നമ്മുടെ നാട്ടിൽ പോയി ഒരു ഷവർമ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷവർമ തരും. വേറെ ഒന്നും ചോദിക്കില്ലല്ലോ. ഇവിടെ അവർക്ക് നമ്മൾ ഫ്രൈസ് വേണോ, ഷുഗർ വേണോ, ലെറ്റസ് വേണോ, എല്ലാം കറക്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കും. ഭയങ്കര ചൂസിയാണ് ഇവിടുത്തെ ആൾക്കാർ. എല്ലാവരും എല്ലാം കഴിക്കില്ല. ചിലപ്പോൾ സോൾട്ട് ചില ഫുഡിലും ഇടില്ല, നമ്മൾ വേണമെന്ന് പറഞ്ഞാലും ഇടും. കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട്. മൈൽഡ് എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ട് തന്നെ ഭയങ്കര കയ്പ്പാണ് കേട്ടോ. ഷുഗർ ഇട്ടിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഷുഗർ ഇട്ടിരുന്ന ചിലപ്പോൾ ഇത്രയും വരില്ല. ഇവിടെ ഇപ്പം മഴ കൂടി കേട്ടോ, കുറച്ചിങ്ങനെ കൂടി. പക്ഷെ അപ്പം നമ്മൾ ഇറങ്ങിയപ്പോൾ തൊട്ടിട്ട് മഴയുണ്ട്, പക്ഷെ ലൈറ്റ് ആയിട്ടുണ്ടായുള്ളൂ. ഇപ്പം ഇങ്ങനെ കൂടി വരുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ അറിയുന്നില്ല അല്ലേ. പുറത്ത് അങ്ങോട്ട് നോക്കുമ്പോൾ, ഇവിടെ നോക്കുമ്പോൾ മാത്രം മഴയാന്ന് തോന്നും, ഇങ്ങോട്ട് നോക്കുമ്പോൾ മഴയൊന്നും ഇല്ല. ആ ഒരു ഫീലാണ്. കാരണം ഇതിലിങ്ങനെ സ്പീഡിൽ പോകുമ്പോൾ ഇതിൽ വന്ന് അടിക്കുന്ന നമുക്ക് അറിയാൻ പറ്റുന്നുള്ളൂ. ഇവിടെ കുറച്ചുകൂടി ഇപ്പോൾ രസമുള്ളൊരു ലാൻഡ്സ്കേപ്പ് ഉണ്ട് അല്ലേ, മറ്റേ വയലറ്റ് കളറ് പൂക്കളും. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ കഴിഞ്ഞ് സമ്മർ ആയി കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ടാവും അല്ലേ. ഈ വഴി നോക്ക്, വഴി കാണാൻ തന്നെ നൈസായിട്ട് കണ്ടോ. അവിടെയൊക്കെ കുറച്ച് പച്ചപ്പുണ്ട്. മറ്റേ ആ ഒരു എന്താ പേർപ്പിൾ കളറിൽ ഇങ്ങനെ കുറെ പൂക്കൾ കാണാം കേട്ടോ. കുറെ മരങ്ങളൊക്കെ കാണുന്നുണ്ട്. കുറെ നേരമായി നമ്മൾ പോകുന്നു, ഇനി കുറെ ദൂരം പോകാനുണ്ടല്ലേ. ഓ, ഇനി 141 മൈൽസ് പോകാനുണ്ട്. മഴ മാത്രമല്ല കേട്ടോ, നല്ല തണുപ്പാണ്, തണുത്ത കാറ്റ്. അതാണ് ഏറ്റവും ടാസ്ക്. ഞാൻ ഇവിടെ വാഷ്റൂമിൽ പോകാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. തണുപ്പായതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാൻ തോന്നും. ഇവിടെ നമുക്ക് സുവനീർ പോലെ കുറേ സംഭവങ്ങൾ മേടിക്കാനുള്ള ഷോപ്പൊക്കെ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് വാഷ്റൂമൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, കുറേ അവരുടെ എന്തൊക്കെയോ സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഓ, വാഷ്റൂം പോട്ടെ. പോകുന്ന വഴി നോക്കി ഇവിടെ ഇങ്ങനെ കുറേ നമ്മള് മെയിൻ ഹൈവേന്ന് ചെറിയ റോഡിലേക്ക് കയറി കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെയും ഫുള്ള് ഓൾമോസ്റ്റ് ലാൻഡ്സ്കേപ്പ് സിമിലർ ഒക്കെ തന്നെയാ. കുറച്ച് ഡ്രൈ ലാൻഡ് ആയിട്ടാണുള്ളത്, കാരണം ഇപ്പോ ഗ്രീനറി ആയി തുടങ്ങുന്നുള്ളൂ അല്ലെ. അതേ ഇടയ്ക്കൊക്കെ വെച്ച് വീടുകളൊക്കെ ഉണ്ട് കേട്ടാ. ഓക്കെ, ഇത് ഷോപ്പാണോ എന്തോ വർക്ക്ഷോപ്പ് പോലെ കാണുന്നുണ്ട്. ഇത് അങ്ങ് ദൂരൊക്കെ കണ്ട ഒരു വീട് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെയൊക്കെ കുറച്ച് വീടുകളുണ്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും ഉണ്ട്. എന്താ, പക്ഷെ ഇവിടുത്തെ വീടിന്റെ ലുക്ക് തന്നെ വേറെ അല്ലേ, വേറൊരു ടൈപ്പാണത്. കൊള്ളാം. ഇതിപ്പോ ഇവിടുത്തെ ഒരു ചെറിയ ടൗൺ ആണ് കേട്ടോ കാണുന്നത്. കണ്ടോ, അപ്പൊ വീടുകളൊക്കെ കുറച്ച് അടുത്തടുത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, രണ്ട് സൈഡിലുണ്ട്. കുറച്ചുകൂടെ പീസ്ഫുൾ ആയി തോന്നുന്നല്ലേ ഇവിടെ, ആ ഒരു സിറ്റിന്ന് മാറിയിട്ട് നിൽക്കുമ്പോ. ഇവിടെ ഒരു പോസ്റ്റ്മാൻ ആണ് കേട്ടോ പോകുന്നത്, വീട്ടില് കത്തൊക്കെ കൊടുക്കാൻ. ഇവര് പക്ഷെ എന്താ പോസ്റ്റിൽ അയക്കുന്നേ? പോസ്റ്റിൽ അയക്കുന്നേ. ഓക്കെ, പോകുന്ന വഴി നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുള്ള് വിജനമായിട്ട് കിടക്കണ്ട. ശരിക്കും ഇവിടെ കൃഷി നടക്കുന്നതാണ് ഇപ്പൊ. ഈ ടൈം ആയതുകൊണ്ടാണ് കൃഷിയൊന്നും ഇല്ലാത്തത്. പിന്നെ പുല്ലുള്ളതുകൊണ്ട് പശുവിനെയൊക്കെ മേയാൻ വിട്ടിട്ടുണ്ട്. ഇതേ കണ്ട, പിന്നെ ഇവിടുത്തെ പശുവിനൊക്കെ കുറച്ച് രോമൊക്കെ കൂടുതലാണ്. ഇവിടെ തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് അതുപോലെയാണ്. ഓക്കെ, കണ്ടാ, ഫുൾ പശു. നല്ല രസമുണ്ടല്ലേ, ഫുള്ളിങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുക. ആണോ, ഫുൾ ഗ്രീൻ, ഫുൾ കറുത്ത പശു. നോക്ക്, നല്ല രസം. ഇവിടെ എത്തിയപ്പോൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നോക്ക്, ഇവിടുത്തെ വീടായാലും ഇവിടെ കൂടുതൽ ഗ്രീനറി ആയി, അതുകൊണ്ടാണ് ഇനി അടിപൊളിയായിട്ട് തോന്നണേന്ന് എനിക്കല്ല. എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ, വീടൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുക. നല്ല രസമുണ്ടോ. അങ്ങോട്ടൊക്കെ ഉള്ളിലേക്ക് നോക്കുമ്പോഴാണ് കൂടുതൽ അടിപൊളിയായിട്ട് തോന്നുന്നത്.
ആരെയും കാണാൻ പോലില്ല കേട്ടോ. പുറത്തൊന്നും ഒരു മനുഷ്യനെ പോലും കാണാനില്ല അല്ലേ, ഒരു മനുഷ്യൻ പോലും ഇല്ല. വീടുകൾ മാത്രം ഇങ്ങനെ കിടക്കുന്നു, ആരെയും കാണാല്ല. പിന്നെ കുറെ വണ്ടികളും കിടക്കുന്നുണ്ട്. എത്താറായില്ലേ നമ്മള്? ഓൾമോസ്റ്റ് എത്താനായി തോന്നുന്നു. 7.5 മൈൽസും കൂടാണ് നമുക്കിനി പോകാനുള്ളൂ കേട്ടോ. ഇവിടെ നമുക്ക് ബോർഡ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. 7 മൈൽസ് ആണ് ട്രക്കിങ്ങിന്റെ. ആ സ്പോട്ടും ഇതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിനി അങ്ങോട്ടാന്ന് തോന്നുന്നു, അങ്ങോട്ടാ ഡയറക്ഷൻ കൊടുത്തേക്കുന്നത്. എത്താനായി ഓൾമോസ്റ്റ്. ആ റോഡൊക്കെ ഭയങ്കര രസമുണ്ട്. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോകുന്നു. ഇവിടെ ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ബീഗിളാണ് കേട്ടോ, 2 ബീഗിളാണ് നിന്ന് കുറയ്ക്കുന്നത്. സാധാരണ ബീഗിളൊന്നും അതേ വലിയ ടീംസ് വരുന്നുണ്ട് കേട്ടോ. അവിടുന്ന് ദേ നോക്കി ഓടി വരുന്നുണ്ടോ. സൗണ്ട് ഇട്ട് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിട്ട് ഓടി വരുവാ. ബീഗിൾ എന്തിനാ ഇത്ര പ്രശ്നമാക്കുന്നേ? ചാടും, സിമ്പിൾ ആയിട്ട് അവർക്ക് ചാടാം. പക്ഷെ സാധാരണ ബീഗിളൊന്നും ഇങ്ങനെ കുറയ്ക്കുന്ന ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. അങ്ങോട്ട് നോക്കി എന്തോരം പേരാ. ജർമ്മൻ ഷിപ്പേഡൊക്കെ ഉണ്ട്, 1 ടീംസ് ആണ് കേട്ടോ. ഓ സോ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. എവിടെ എത്തിയേ? Little Grand Canyon. യെസ്. സോ നമ്മളിവിടെ നമ്മളെ ട്രെയിൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അതെ ഇതുവഴി വേണം പോവാനായിട്ട്. ഓ ഇവിടെ മൊത്തം മറ്റേ ഇതായി പോയി, വിന്റർ കഴിഞ്ഞിട്ട് അല്ലേ, സമ്മർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഇങ്ങനെ കിളിർത്ത് വരുന്നുള്ളൂ അല്ലേ ആ പച്ചപ്പെല്ലാം. ഓക്കെ കണ്ടാ അങ്ങോട്ടൊക്കെ കുറച്ച് ഗ്രീൻ. ഇതെന്താ കാറ്റിന്റെ സൗണ്ട് ആണോ? ഭയങ്കര കാറ്റില്ലേ. ഇവിടെ നമുക്ക് ഈ റൂട്ട് മാപ്പ് കാണാം. ദേ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കറങ്ങി നമുക്കൊരു 360 റൗണ്ട് അടിച്ചിട്ട് വരാം. അപ്പോൾ അതേ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മാപ്പ് കാണാൻ പറ്റും. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് അത് വഴി പോയാൽ കാണല്ലേ, ലോഡാവുള്ള PDF ഫയൽ. അപ്പോൾ അത് നമുക്കിനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ, മിസ്റ്റേക്ക് ഉണ്ടാവില്ല, ഇവിടെ എങ്ങനെ ഇറങ്ങിയാലും ഒരു റൗണ്ട് അടിച്ച് നമുക്ക് എത്താൻ പറ്റും. മരങ്ങളൊക്കെ മൊത്തം ഉണങ്ങിയാണ് നിൽക്കുന്നത്. ഇതുവഴിയാണ് നമ്മൾ പോകുന്നതിന് വഴിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതെന്തോ എന്തോ ടാർ ഇട്ട പോലെയൊക്കെ തോന്നുന്നുണ്ട് അല്ലേ? ഇത് 3 മൈലാണ്. ഓ 3 മൈൽസ് എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്ററാ? 3 മൈൽസ് പറഞ്ഞ് മൈൽസിനെ കണക്കറിയുള്ളൂ അല്ലേ? അമേരിക്ക ഡിഫറെന്റ്, ഇവിടെ എല്ലാം ഡിഫറെന്റാ. ഇതൊക്കെ മരമെല്ലാം ഇങ്ങനെ കൂടി നിന്നിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോ ഗ്രീൻ ആയിരുന്നെങ്കിൽ, ഫുൾ ഇലകൾ ഉണ്ടായിരുന്നെങ്കിൽ ഫുൾ കാണാൻ പോലും പറ്റില്ലായിരുന്നു. നോക്ക് ഇപ്പൊ ഇങ്ങനെ വിറക് പോലെ നിക്കോ മരങ്ങളൊക്കെ. രസമുണ്ട്. ഇത് വേറെ ഭംഗി. ഓരോ സീസണിലും സെയിം സ്ഥലത്ത് ഇപ്പൊ ജൂണിനൊക്കെ വീണ്ടും വരാം അല്ലെ? ഇവിടെ തന്നെ നിക്കുമ്പോ അതെ എല്ലാ സീസൺ ആകുമ്പോഴും വരാം. അപ്പൊ ആ ഡിഫറൻസ് മനസ്സിലാവും. പിന്നെ ഓട്ടം ടൈമിലാണെങ്കിലും രസമായിരിക്കും, മറ്റേ ഇലകൾ ഇങ്ങനെ വീണ് ആ ടൈമിലും സെറ്റ് ആയിരിക്കും. അവിടെ ഇപ്പൊ ഒരെണ്ണം ഗ്രീൻ ആയി തുടങ്ങി, ബാക്കിയൊന്നും ഗ്രീൻ ആയി തുടങ്ങില്ല. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. അങ്ങോട്ട് നോക്കി ഫുൾ സ്റ്റീപ്പ് ഇറക്കം. ഇതെന്താ സംഭവം? മഷ്റൂമിന്റെ ഒക്കെ ഒരു ഫോട്ടോ കൊടുത്തേക്കുന്നു. പ്രേതം വരുമെന്നോ? ആകാശഗംഗ. ഇത് കൊള്ളാല്ലേ? മഷ്റൂമിന്റെ അതിന്റെ അപ്പുറത്തെന്താ നോക്ക്. അപ്പുറത്തെന്താ? എന്താണിത്? അതാരോ ഇതാര് ചെയ്തതാ? ഇതൊരു ഐഡിയ ഇല്ലാണ്ട് ബോളിലേക്ക് കൊടുത്തേക്കുന്നത്. ഒന്നും പറയാൻ പറ്റില്ല. അല്ലെ മുകളിലേക്കല്ലേ ആരോ കൊടുത്തിട്ടേക്കുന്നത്? മഷ്റൂംസ് ഉണ്ട് എന്നാണോ? മുകളിൽ മഷ്റൂം ഉണ്ടെന്നായിരിക്കും. അതെ ഇതാ വഴി. ഇവിടെ ഇറങ്ങിയാലോ? ഷോർട്ട് കട്ട്. അതുവഴി കറങ്ങി ഇറങ്ങണേക്കാൾ നല്ല ഇതുവഴി. പക്ഷെ ഇതുവഴി തന്നെയല്ലേ? അങ്ങോട്ട് താഴേക്കൊരു വഴിയുണ്ട്, അതല്ലല്ലോ? അല്ലല്ല, ഇതിങ്ങനെ താഴേക്ക് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് നോക്കാം. അല്ല വാട്ടർഫോൾ എന്തെങ്കിലും ഉണ്ടോ? നോക്കാം. ഉള്ള പോലെ ഒരു സംശയാസ്പദമായി തോന്നുന്നു. വാട്ടർഫോൾ ഉണ്ടെങ്കിൽ ഇപ്പൊ വാട്ടർ ഉണ്ടാവില്ലല്ലേ? വെള്ളം ചിലപ്പോൾ ഈ ടൈമിൽ വെള്ളം ഉണ്ടാവും. ഇവിടെ ഏത് ടൈമിലാണ് വെള്ളം ഉണ്ടാവുക? ഇപ്പൊ ആക്ച്വലി മഴ പെയ്യുന്ന സമയമല്ല, ഇപ്പൊ മൺസൂൺ കൂടെ ഉള്ളല്ലേ. മഴ ഇപ്പോഴാണോ പെയ്യുന്നത്? ഇപ്പൊ മൺസൂൺ സമയത്തല്ലേ. പോയി നോക്കാം. ഇത് വെള്ളം പോകുന്ന വഴിയാ. അതാ പറഞ്ഞു. പക്ഷെ വെള്ളം ഇല്ല ഇപ്പൊ. ഇത് അങ്ങോട്ട് ആഴത്തേക്ക് നല്ല ദൂരം ഉണ്ട് കേട്ടോ, ഡീപ്പാ. പക്ഷെ ഇത് വെള്ളം പോണ വഴിയാണോ അതോ നടന്നു പോണ വഴിയാണോ? നടന്നു പോണ വഴിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. നടന്നു പോണ വഴിയായിട്ട് തോന്നുന്നില്ലല്ലേ? കാരണം ഒരു ഇതായിട്ടുണ്ട്. പക്ഷെ എന്നാലും ആരൊക്കെയോ നടന്നു പോയിട്ടുണ്ട്.
വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ട് കേട്ടോ. ആ അതാ വഴുക്ക് കൂട്ടാ, വഴുക്കുന്നുണ്ട്, സ്ലിപ്പറി ആവുന്നുണ്ട്. അതാ നിന്റെ ഷൂസിന്റെ, എന്റെ ബൂട്ട് കുഴപ്പമില്ല. ഓക്കെ അതാ നമുക്ക് തിരിച്ചങ്ങോട്ട് കയറണോ? തിരിച്ചു കയറിയാലോ? തിരിച്ചു കയറണോ? അങ്ങോട്ട് വേറെ ഒന്നുമില്ല? അങ്ങോട്ടൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ. പക്ഷെ അവിടെ ഒന്നും വെള്ളം ഇല്ല കേട്ടോ. ഉണ്ടായിരുന്നെങ്കിൽ അങ്ങോട്ടൊക്കെ താഴേക്ക് ഇറങ്ങായിരുന്നു. പോകുന്ന വഴിതേ വെള്ളമൊക്കെ കാണുന്നുണ്ട്. വഴിക്ക് ചെളിയും വിളിയൊക്കെ ആയിട്ട് ഇതാണ് കേട്ടോ പോകാനുള്ള വഴി. ഇതുണ്ടോ, നോക്ക്, ഇതുവഴി വെള്ളം, ചെറിയ അരുവിതേ അങ്ങോട്ട്. ബാക്കിൽ ആളുണ്ട്. ബാക്കിൽ ആൾക്കാരുണ്ട്. ഇതുവഴി ആൾക്കാരൊക്കെ ഇപ്പോൾ പോകുന്നുണ്ട് എന്തായാലും. വേണ്ട, എവിടെ എത്തിയപ്പോൾ വേറെ രണ്ടുപേരെയും കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ വഴി ഇങ്ങനെ പോയിട്ട് നമുക്ക് അതുവഴി വേണം പോവാൻ. അങ്ങനെയാണ് മാപ്പ് കാണിക്കുന്നത് അല്ലേ? ഇതുവഴിയല്ലേ കാണിക്കുന്നത്? ഈ വഴി ഇതിലെ കൂടെ പോണെന്ന് പറയുന്നത്. അതെ, ഈ വഴി പോവാനാ പറയുന്നത്. ഫുൾ വെള്ളവും വഴുക്കലൊക്കെയാ കാണും. ഇവിടെ നല്ല ക്ലിയർ വെള്ളമാണ് കേട്ടോ. നല്ല തണുത്ത് ഉറഞ്ഞു കിടക്കോ. നല്ല തണുപ്പാ. അവിടുന്ന് അങ്ങോട്ടോ നമുക്ക് താഴേക്ക് പോകണ്ടേന്ന് തോന്നുന്നു. നമ്മുടെ കൂടെ ഉണ്ടായ രണ്ടുപേരെല്ലാം അവർ പോയട്ടോ. ഭയങ്കര റിഫ്രഷിങ്, മുഖമൊക്കെ ഒന്ന് കഴുകി സെറ്റായി അല്ലേ? വഴി തെറ്റിയിട്ട് പിന്നെ നമ്മൾ തിരിച്ച് വേറൊരു വഴി കൂടെയാണ് പോകുന്നത്. ഇപ്പോൾ ഇതെന്താവെന്ന് അറിയില്ല. അതേ പോണ വഴി മരമൊക്കെ വീണിട്ട് നല്ല കാറ്റുണ്ട് അല്ലേ? നല്ല കാറ്റാണ്. അപ്പൊ ഓപ്പൺ ആയിട്ടില്ല പബ്ലിക്കിന്. അപ്പൊ ഇവര് ഈ മരങ്ങളെല്ലാം വെട്ടി ക്ലിയർ ചെയ്തോണ്ടിരിക്കുന്നുള്ളൂ, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ സേഫ് ആയിട്ട് സൗണ്ട് ഒക്കെ ഉണ്ടോ നോക്കുന്നേ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലഞ്ഞാടി മറിയുന്നുണ്ട്. ഇതിപ്പോ വീണാന്ന് തോന്നുന്നു അല്ലെ? കാരണം വേറെ ആൾക്കാരൊക്കെ ഇതുവഴി പോയായിരുന്നു. അതെ, നടന്ന് ഇവിടെ പാടുവരായി. എന്തായാലും ഇത് ഇപ്പൊ കൊറേ ദിവസമായിരുന്നെങ്കിൽ എല്ലാവരും മാറ്റൂലേ? അപ്പ മാറ്റിയേനെ. പോകുന്ന വഴിക്കൊക്കെ അതേ കൊറേ മരം വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റാ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടൊക്കെ ഫുള്ള് നോക്കി കാണാം. പക്ഷെ വഴിയിലും ഇങ്ങനെ കിടക്കുന്ന കാണാം. ഞാനത് അവിടെ ഒരു ബെഞ്ചുണ്ട് കേട്ടോ. ആ ബെഞ്ചിൽ കിടക്കുകയാണ്. എന്നെ ഈ ബെഞ്ചിൽ കൊള്ളുന്നൊന്നുമില്ല, എന്നാലും ഞാൻ ഈ ബെഞ്ചിൽ കിടക്കുക. ഭയങ്കര റിലാക്സിങ് ഫീൽ. എൻ്റെ അമ്മോ, നല്ല കാറ്റും നല്ല പ്രകൃതി. വാവ്, അടിപൊളി കേട്ടോ. നമ്മുടെ സ്കൂളിലെ ബെഞ്ചൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് കേട്ടോ. നോക്ക്, ഇവിടെ ഫുള്ള് എഴുതി വെച്ചേക്കാ, വരച്ചും എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഓരോന്ന്. കണ്ട, പെന്നുകൊണ്ടും കൈ കൊണ്ടും മഷി കൊണ്ടും അങ്ങനെ. ചെറിയ ബെഞ്ചാ നോക്കിയേ, കണ്ടാ, അടിപൊളി. ഇന്ത്യൻസ് മാത്രമല്ല അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അമേരിക്കൻസും ചെയ്യും. പോകുന്ന വഴിക്ക് ഇതേ മനോഹരമായിട്ടുള്ള പേർപ്പിൾ കളറിലൊക്കെ പൂക്കൾ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ ഇവിടെ മൊത്തം പൂക്കളുടെ ഒരു കാടായിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നത്. നല്ല കാറ്റുണ്ട്, അതാണ് ഈ പൂക്കൾ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നത്. അതിനടുത്തൊക്കെ വേറെ വൈറ്റ് കളറിൽ പൂക്കളുണ്ട് കണ്ടാ, നോക്ക്. അതുപോലെ അപ്പുറമൊക്കെ കാണാം ചെറിയ ചെറിയ പൂക്കളിങ്ങനെ. അങ്ങനെ ദൂരെ കാണുന്നത് മിസിസിപ്പി റിവറാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇതുവഴി പോകുന്ന സമയത്ത് ഒരു അടിപൊളി വ്യൂ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഇങ്ങനെ ഇറക്കം കയറ്റം കാണുമ്പോൾ തോന്നും ഇറക്കമില്ലെന്ന്. തിരിച്ചു വരുമ്പോൾ അറിയാം എന്താണ്. കൂടുതൽ ഇപ്പം അങ്ങോട്ട് പോകുമ്പോൾ ഇറക്കമാണ്, തിരിച്ചു വരുമ്പോൾ കയറ്റമായിരിക്കും. നമ്മൾ നേരെ പോകുന്ന വഴി ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ആ റിവറിൻ്റെ സൈഡിലേക്ക് ശരിക്കും സ്റ്റീപ്പ്. നമുക്കിത് ഇവിടെ വരെ ഇതുണ്ടോ, അവിടെ വരെ കാണാനുള്ളൂ. അവിടുന്ന് പിന്നെ ഇങ്ങനെയാണ്, അതുകൊണ്ട് നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല കേട്ടോ. ഇവിടെ നോക്ക്, മറ്റേ മുകളിലേക്ക് ചാടാനുള്ള വള്ളിയൊക്കെ ഉണ്ട്. ഇതിൽ ആരൊക്കെ ആടിയിട്ടുണ്ട്, ഇവിടെ അല്ലോ ക്ലിയർ ആയിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളിത് ആ ഫൈനൽ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ആ കാണുന്നതാണ് മിസിസിപ്പി റിവർ. ഇത് അയോവയും ഇലിനോയ്സും തമ്മിലുള്ള ബോർഡർ ആണ് ഈ മിസിസിപ്പി റിവർ. അയോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സ്റ്റേറ്റ് ആണ്, ഇല്ലിനോയ്സ് എന്ന് പറയുന്നത് നമ്മളെ സ്റ്റേറ്റ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റ് തമ്മിൽ എന്താ പറയുക അതാക്കുന്ന ആ റിവറാണ് മിസിസിപ്പി റിവർ. എനിക്ക് മിസിസിപ്പി റിവർ എന്ന് പറയുമ്പോൾ പണ്ട് ലസ്സി ഷോപ്പിൽ മിസിസിപ്പി മഡ് എന്ന് പറഞ്ഞൊരു ഷെയ്ക്ക് ഉണ്ടായിരുന്നു, അതാണ് ഓർമ്മ വരുന്നത്. പക്ഷെ അടിപൊളി വ്യൂ. ഇപ്പം അങ്ങോട്ടൊക്കെ ആക്ച്വലി കുറച്ച് ഗ്രീൻ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പം മോളിൽ നിന്ന് കാണുന്നോണ്ടാ അല്ലേ നമ്മൾ ഇത്ര നേരം ഇങ്ങനത്തെ ഒരു വ്യൂ അല്ലല്ലോ കണ്ടുകൊണ്ടിരുന്നത്. ഈ കാണുന്ന മല ഉണ്ടോ, ഇവിടെ ലിറ്റിൽ ഗ്രാൻഡ് കാന്യൺ എന്ന് പറയാൻ കാര്യം നമ്മുടെ ആക്ച്വൽ ഗ്രാൻഡ് കാന്യൺ പോലെ തന്നെ ഇരിക്കുന്ന മലകളാണ് ഇവിടെ ഉള്ളത്. ഇതാണ് ലിറ്റിൽ ഗ്രാൻഡ് കാന്യൺ. അറിയാത്തവർ നല്ല അടിപൊളി വ്യൂ കേട്ടോ. ബ്യൂട്ടിഫുൾ, നൈസ്. മിസിസിപ്പി റിവറും കൊള്ളാം. ഇന്നിപ്പോൾ റിവർ നിറച്ച് വെള്ളമുണ്ട്, മഴയൊക്കെ ആയതുകൊണ്ട്. ചെളികളിലാണ് ഞങ്ങളെ നാട്ടിൽ തോടെന്ന് പറയും, തോടൊഴുകുന്ന പോലെ. വ്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാനിതാ തിരിച്ച് പൊക്കോണ്ടിരിക്കട്ടോ. ഭയങ്കര കാറ്റ് ഇവിടെ, ഭയങ്കര അടിപൊളി. ഒരു മഴ വരാൻ പോകുന്ന, നാട്ടിൽ മഴ വരാൻ പോകില്ല ഇടയ്ക്ക്, അപ്പം കാറ്റ് വീശില്ല, അതുപോലൊരു കാറ്റാ. അടിപൊളി, നല്ല രസമുണ്ട്. ആഹാ,
ഇത്രയും പേര് ഇവിടെ എഴുതിയ സ്ഥിതിക്ക് ഞാൻ എന്റെ പേരും കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അരുണിമ. ഞാൻ എഴുതി. അതെ, ചൂട് എഴുതി, അങ്ങനെ പറയാം. എന്റെ പേരാണല്ലോ എഴുതിയേക്കുന്നത്. ഇവിടെ ആക്ച്വലി ആദ്യം നമ്മൾ മന്താണ് എഴുതുന്നത്. മന്ത് 4ാമത്തെ മാസം, ഇന്ന് 9-ാം തീയതി 2025. 2026 പോലെ തോന്നുന്നു കാണുമ്പോ. 25 കേട്ടോ തോന്നുന്നേ. ഇന്നൊക്കെ വളരെ വ്യത്യസ്തമായൊരു ബാത്റൂമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കുഴിയാണ്. മറ്റേ ലഡാക്കും അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കാണുന്ന ടോയ്ലറ്റ് എങ്ങനെയാ, നേരെ ഉള്ളിലേക്കല്ലേ, അതുപോലെയാണ് ഇവിടെയും സംഭവം. പക്ഷെ ഇരിക്കാനുള്ള ക്ലോസറ്റൊക്കെ ഉണ്ട് എന്ന് മാത്രം. നമ്മളപ്പോൾ ഫൈനലി തിരിച്ച് കാറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. തിരിച്ച് നമ്മൾ പോവാണ് കേട്ടോ, വീട്ടിലേക്ക് തന്നെ. ഇനി തിരിച്ചു പോവാണ്. ഇവിടുന്ന് ഇനി 9 മണി കഴിയും എത്താൻ. ഇവിടെ 3.5 മണിക്കൂറുണ്ട്. 210 മൈൽസ് നമുക്ക് പോകാനുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ട്രക്കിംഗ്? സോ അപ്പതേ നമ്മള് കോഫിയൊക്കെ കുടിച്ച് സെറ്റ് ആയിട്ട് നമ്മള് തിരിച്ചോട്ടെ. ഇത് ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ട് ആണ് കേട്ടോ. ഓടുന്നത് പിള്ളേര്. ഇവിടെ തിരക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല സ്കൂളായിരിക്കും അല്ലെ ഹോസ്പിറ്റലായിരിക്കും അല്ലേ. ഇത് കണ്ടോ, അവർക്ക് ഫുട്ബോൾ കളിക്കാനും പഠിക്കാനൊക്കെ ട്രെയിൻ ചെയ്യാന്ന് തോന്നുന്നു അല്ലേ. വലിയ ഗ്രൗണ്ട്. എല്ലാരെയും പ്രോപ്പറായിട്ട് എല്ലാം പഠിപ്പിക്കും. സെറ്റാണ്. നമ്മുടെ ദുൽഖർ സൽമാന്റെ കടയിലാണല്ലോ ഗ്രിൽ ആൻഡ് ചിൽ. വിശന്നിട്ട് കണ്ണാണാൻ പറ്റണില്ല. അപ്പോഴാണ് എന്റെ അമ്മോ ട്രക്കിങ് കൂടെ കഴിഞ്ഞപ്പോ നമ്മള് ഒരു ബർഗർ കഴിച്ചിട്ടുണ്ടായി മെക്ഡിന്ന് അല്ലേ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു എഗ് കഴിച്ചിട്ടുണ്ടായി, വേറെ ഒന്നുമില്ല. ഇപ്പൊ സമയം 6 മണിയായോ? 6 മണിയായി വെറുതെല്ലാം വിശക്കുന്ന്. ഇവിടെ ഈ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് കേട്ടോ, കഴിക്കാനായിട്ട്, കുടിക്കാനായിട്ട്. പിന്നെ ഇതൊരു ഷേക്കും, എൻ്റെ സ്നിക്കേഴ്സിൻ്റെ ഷേക്കും, ഇത് വേറെ എന്തോ ഒരു ഷേക്കും. ഗ്രില്ലെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ മറ്റേ എന്തൊക്കെയോ പ്രതീക്ഷിച്ചു. പക്ഷേ ഗ്രില്ലെന്ന് പറഞ്ഞാലും ബാർബിക്യൂ എന്ന് പറഞ്ഞാലും ഇവിടെ കിട്ടുന്ന മറ്റേ ബർഗറായിരിക്കും. പണ്ടാരം ബർഗർ എന്ന് എൻ്റെ ജീവിതം തീരുമെന്ന് പറഞ്ഞിട്ട് എന്താ തുറക്കാൻ കിട്ടാത്ത ഷോ. ഇതാണ് സംഭവം. അപ്പം ഇത് ഫ്രൈസ് ഉണ്ട്, ബ്രെഡ് ടോസ്റ്റ് ചെയ്തുണ്ട്, പിന്നെ ചിക്കൻ്റെ ഇതുണ്ട്, വിങ്സ്, സ്ട്രിപ്സ് അതും ഉണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ബർഗറും കൂടെ പറഞ്ഞിട്ട്, ആ ബർഗർ വന്നോ? എന്തായിരുന്നു? ചിക്കൻ ഓർ ഫിഷ്. നമ്മൾ ഫിഷാ പറഞ്ഞേക്കുന്നത്. അലാസ്കൻ ഫിഷ് ബർഗർ. ബർഗർ എന്ന് എനിക്കെന്തോ ഓർമ്മ വരുന്നതെന്ന് അറിയോ, മറ്റേ സിനിമയിൽ അവൻ അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, അത് പറഞ്ഞിട്ട് ബർഗർ തിന്നുന്ന അതേ അവസ്ഥ. ഇത് ഫിഷിന്റെ ബർഗറാണ് കേട്ടോ. അതിന്റെ ഷേപ്പൊക്കെ നോക്കിയേ, അങ്ങനെയാണ് ഇരിക്കണത്. നല്ല ചൂടുണ്ട്. അയല പൊരിച്ചതുണ്ട്. ആ വീട് അവിടെ പ്ലേ ചെയ്യാം, എന്നിട്ട് കഴിക്കാം. ഈ ബർഗർ കഴിക്കുന്ന യൂറോപ്പിൽ തുടങ്ങിയതാ. US-ലെത്തിയിട്ട് ഇതിന് വലിയ മാറ്റമില്ല. പുറത്ത് പോകുമ്പോ അല്ലാത്ത സമയത്ത് നോക്കിയാ. ഇന്നലെ രാത്രി എനിക്ക് ചൂട് അടിപൊളി ഫുഡ് ഉണ്ടായി തോന്നി. ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ഫുഡ് ആസ്വദിച്ച് കഴിക്കുന്നതിനിടയിൽ ഞാൻ സത്യമായിട്ടും വിട്ടുപോയതോ. നല്ല അടിപൊളി ഫിഷ് കറി, കടലയും പയറും അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ, പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നത് മറ്റേ പച്ച പരവതാനി വിരിച്ച പോലത്തെ ഓരോ സ്ഥലങ്ങളാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഈ ഒരു ഔട്ട്സ്കേർട്ടിലൊക്കെ നമുക്ക് കൂടുതലും ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. മൊത്തം ഇങ്ങനെ നിരപ്പായി കിടക്കുന്ന പച്ച കളറിലുള്ള കണ്ടോ. ഇത് ഇവിടെ ഈ 2 സൈഡിൽ നോക്ക്, നമ്മളെ എറണാകുളത്തെ കടമക്കുടിയൊക്കെ ഉണ്ടല്ലോ, അതുപോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ മരങ്ങളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങി കിടക്കുന്നത് നമുക്ക് കാണാം. നോക്കി, ഏതോ ഷൂട്ടിംഗ് ലൊക്കേഷനൊക്കെ പോലെ തോന്നുന്നുണ്ട്. നോക്ക്, നൈസാണേ. ഇവിടുത്തെ വീട്ടിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഫാമേഴ്സാണ് കേട്ടോ കൂടുതലും. ഇവിടെ എവിടെ നോക്കിയാലും കോണാണ്. ഇവിടെ ഐസ്ക്രീം ആണെങ്കിൽ അതിൻ്റെ കോണ്, ആ കോണുണ്ടല്ലോ, അത് കോണ് വെച്ചുണ്ടാക്കിയതാണ്. എവിടെ നോക്കിയാലും കോണാണ്. പിന്നെ നോക്കി, ആ കാറ് വരുന്ന നോക്ക്, നൈസായിട്ടില്ലേ. പച്ചപ്പിൻ്റെ ഇടയിൽ കൂടി ഒരു വൈറ്റ് കുഞ്ഞ് കാറ് വരുന്ന പോലെ ഉണ്ട്, കാണാൻ തന്നെ നൈസായിട്ടുണ്ട്. ഇതാണോ, ഇതിപ്പോൾ കോണിൻ്റെതായിരുന്നു. ഇപ്പോൾ ഈ ടൈമിൽ കൾട്ടിവേഷൻ ഇല്ല, അതുകൊണ്ടാണ്. ഇങ്ങനൊരു അമേരിക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേരളം പോലെ ഒരു അമേരിക്ക. നോക്കിയേ, ഇതിലും വളരെ കേരളം പോലെ തോന്നിക്കുന്ന സ്ഥലമാണ് ഫ്ലോറിഡ എന്നാണ് ഞാൻ കേട്ടത്. ഞാൻ പോവാത്തോണ്ട് പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ കണ്ടതാണല്ലോ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കി, ഈ റോഡ് പോലും ചെറിയൊരു സമയമുണ്ട്. ഇത്ര അടിപൊളി റോഡല്ല കേരളത്തിൽ നിന്നുള്ളൂ. എന്നാലും ചില റോഡൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പൊ അത്യാവശ്യം നല്ലതൊക്കെ ആയിട്ട് വരുന്നുണ്ട്. നോക്കി, പച്ചപ്പ് നിറഞ്ഞ ഫുൾ പച്ചപ്പാടം, പുല്ലാന്ന് തോന്നുന്നു. നല്ല രസമുണ്ട് കാണാൻ, അടിപൊളിയല്ലേ. ഇത് അറ്റം വരെ നമുക്ക് കാണാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നോക്കി, ഇതെന്താണെന്നറിയോ വലുത്? ഞാൻ എന്തോ ഫാക്ടറിയാന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. ഇത് ഇവിടെ കോണുണ്ടല്ലോ, ഇവിടെ ഏറ്റവും കൂടുതൽ കൾട്ടിവേഷൻ ഉള്ളത് കോണാണ്. അപ്പൊ അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ്. നോക്കി, മുകളിലേക്ക് സൈഡിൽ കൂടെ ഒക്കെ കേറി പോവാൻ പറ്റുന്നു. ഞാൻ ശരിക്കും അങ്ങനെ വിചാരിച്ചത്.
അല്ല ഇതെന്താ ഗോഡൌൺ ആണെന്ന് തോന്നുന്നു അല്ലേ. അതുപോലെ അതും സ്റ്റോർ ചെയ്യണേ, അതിന്റെയൊക്കെ കൾട്ടിവേഷൻ ചെയ്ത് മറ്റേ കട്ട് ചെയ്തെടുക്കുന്ന മെഷീനൊക്കെ കാണാം. ഇത് കണ്ടോ ഇപ്പൊ എല്ലാം അവിടെയും കുറെ മെഷീൻ കിടക്കുന്നുണ്ട്. ഇപ്പൊ ഫുള്ള് ഇതായിട്ട് കിടക്കുവാണ്, തരിശ് നിലമായിട്ട് കിടക്കാം. ഇനിയിപ്പോ ഒരു മാസമൊക്കെ കഴിയുമ്പോ അത് അവര് ഇതാക്കൂല്ലേ ഇതായിട്ട്. എത്ര ടൈം? ഒരു സമ്മറിൽ മാത്രല്ലേ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞ പിന്നെ സെപ്റ്റംബറിലൊക്കെ ഒരു ഹാർവെസ്റ്റ് ചെയ്യും. ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ മറ്റേ കൊയ്ത്ത്, എന്താ പറയാ, പാഡി ഫീൽഡ്സ് എല്ലാം അങ്ങനെ ആ സംഭവം തന്നെ. ഇപ്പൊ ശരിക്കും നല്ല ലേറ്റ് ഉണ്ട്, ശരിക്കും 7-6 ആയിട്ടുണ്ട്. ഇപ്പൊ ഇത്രയും ദിവസം പക്ഷെ പെട്ടെന്ന് ഇരുട്ടാണ്ടേ, പക്ഷെ ഇന്നധികം അങ്ങനെ ഇരുട്ടില്ല. ഇന്നൊരു ഇച്ചിരി വെളിച്ചവും ഇവിടെ കണ്ടോ. ഒരു ദിവസം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ ക്ലൈമറ്റും. ഇന്ന് രാവിലെ കണ്ടില്ലേ നല്ല മഴയായിരുന്നു, പിന്നെ തണുപ്പ്, കാറ്റ്, വെയില് എല്ലാം കിട്ടി. ഇത് കണ്ടോ, ഇതും അതുപോലെ തന്നെയാണ് കേട്ടോ. അങ്ങനെ സ്റ്റോർ ചെയ്ത സ്ഥലം, പല കളറിൽ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയാണ്ടോ നോക്ക് കണ്ടോ. നമ്മളീ പല ആൾക്കാരുടെയും വിചാരമുണ്ട് അമേരിക്കയില് ഇതൊങ്ങനെയൊന്നും ഇല്ല. ഇവിടെയും ഫാമിംഗ് ഉണ്ട്. എല്ലാ രാജ്യത്തും ഈ പറഞ്ഞ പോലെ എല്ലാ നല്ല മനുഷ്യരും എല്ലാ ചീത്ത മനുഷ്യരും എല്ലാ ടൈപ്പ് ലാൻഡ്സ്കേപ്പും കൃഷിയും അങ്ങനെയൊക്കെ ഉണ്ട്. പലർക്കും പല തെറ്റിദ്ധാരണ ഉണ്ട്. അത് എല്ലാ രാജ്യത്തിനെ പറ്റി എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണയാണ്.